ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എളുപ്പത്തിൽ നമുക്ക് മസാല വഴറ്റുകയോ പരത്തുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നല്ല സ്പൈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ട ചിക്കൻ ഞാൻ ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് അല്പം ഉപ്പും വെള്ളവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ഒരു തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ ഉടച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലോട്ട് 250 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് പിച്ചിയെടുത്തതാണ് കേട്ടോ. അതിലോട്ട് ഒരു വലിയ സവോള കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിയാൻ ശ്രദ്ധിക്കുക. അതിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉള്ള ഉപ്പ്, പിന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ റമദാൻ്റെ ഫസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ നമ്മളൊരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആക്കുന്നതിന് മുന്നേ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്താണ്. അതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല പോലെ കവർ ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ ഇതുപോലെ പ്ലേറ്റിലാക്കിയിട്ട് ഇനി ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. നല്ല പോലെ ഫ്രീസായാൽ മാത്രം നമുക്ക് ഇതുപോലെ എയർ ടൈറ്റുള്ള ഒരു കവറിൽ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം കേട്ടോ. ഞാൻ ഇത് ഓരോ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചെയ്തു വയ്ക്കുന്ന ഒരു പ്രിപ്പറേഷനും കൂടിയാണ്. അങ്ങനെ നല്ല പോലെ തന്നെ ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രീസായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേറൊരു ഐറ്റം അതിൻ്റെ മേലെ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോരും. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഫ്രീസാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രീസ് ചെയ്യാതെ നമ്മൾക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾക്ക് ഇത് വെളിയിലെടുത്ത് വെക്കണം. അതിന് ശേഷം മാത്രം ഫ്രൈ ആക്കി. ഇനി ഞാൻ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ആക്കുന്നത്. ഞാൻ ഓരോന്നായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.